ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കൊരു തിരിച്ചടിയാണ് കിട്ടിയത് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ബി ജെ പി നേട്ടമുണ്ടാക്കിയിട്ടുള്ള നിരവധി മേഖലകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദക്ഷിണേന്ത്യയിലാണ്. നമുക്ക് ആദ്യം തിരിച്ചടി കിട്ടിയത് എവിടെയാണെന്ന് നോക്കാം. തിരിച്ചടി കിട്ടിയ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 62 സീറ്റിൽ നിന്നും ബി ജെ പി ഏതാണ്ട് 30ഓളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. സഖ്യകക്ഷികൾക്കൊക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ഇന്ത്യ മുന്നണി അവിടെ വർദ്ധിച്ച നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അതായത് 40 സീറ്റുകൾ പ്രതീക്ഷിച്ചെടുത്ത് 40-ലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ നേട്ടം ഉത്തർപ്രദേശിലുണ്ടാക്കി. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അവരുടെ സഖ്യം വളരെയധികം പുറകോട്ട് പോവുകയും വളരെ വലിയ തിരിച്ചടി അവർ നേരിടുകയും ചെയ്തു. ബംഗാളിലും അവർ 9ഓളം സീറ്റുകളിലേക്ക് ഒതുങ്ങി. കഴിഞ്ഞ തവണ 18 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി മേഖലകളിൽ അവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിലുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ, അതായത് ഹരിയാനയിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ബീഹാറിൽ പോലും ബി ജെ പി നേതൃത്വത്തിനും അവരുടെ സഖ്യകക്ഷികൾക്കൊക്കെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. അതിൽ തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു. ഈ തിരിച്ചടികളൊക്കെ നേരിട്ട് ബി ജെ പി താഴേക്ക് പോകുമ്പോഴും ബി ജെ പി പിടിച്ചു നിർത്തിയ 3 സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഒഡീഷയാണ്. ഒഡീഷയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം ഇതേവരെ ബി ജെ പി ഭരണത്തിലേറാത്തൊരു സ്റ്റേറ്റാണ്. ഇപ്പോൾ ബി ജെ പി അവിടെ ഭരണത്തിലേക്ക് വരികയാണ്. ദീർഘനാളായി അവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള, ഇത്തവണ കൂടി വന്നിരുന്നെങ്കിൽ ഏറ്റവും കാലം ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാകുമായിരുന്ന ബിജു ജനതാദളിൻ്റെ ബിജു ജനതാദളിനെ മാറ്റിക്കൊണ്ട് ഇത്തവണ അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി വരികയാണ്. അവിടെ ഒഡീഷയിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സംസ്ഥാനമാണിത്. രണ്ടാമത്തത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ ബി ജെ പി ആകെ മത്സരിച്ച് 6 സീറ്റുകളിലാണ്. പക്ഷെ അതിൽ 3 സീറ്റുകളോളം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. പിന്നീട് തെലങ്കാനയിലും അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ 4 ഉണ്ടായിരുന്നത്, അത് ഇരട്ടിയാക്കാനായിട്ട് അവരെ സഹായിച്ചു. ഇത് കൂടാതെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ തന്നെ, കർണാടകയിൽ അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായില്ല. കാരണം തിരിച്ചടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം 14 മുതൽ 20 വരെ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് കേട്ടിരുന്നത്. ബി ജെ പിയും ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിലും അവിടുത്തെ വോട്ട് ഷെയറിൽ വലിയ കാര്യമായിട്ടുള്ള കുറവുണ്ടാകാതെ സംരക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും നാളും ബി ജെ പിക്ക് ഒരു ബാലികേറാമരയായിരുന്നു. അതായത് 29 സീറ്റുകൾ മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായുള്ളൂ. ഇത്തവണ ബി ജെ പിക്ക് അതിനേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു, ഈ ആന്ധ്രയിലും തെലങ്കാനയിലേക്കുമൊക്കെയുള്ള പ്രകടനങ്ങൾ കൊണ്ടിട്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലാണെങ്കിലും അവർക്ക് ഏതാണ്ട് 3.5% വോട്ട് ഷെയർ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിലും നിന്ന് സീറ്റുകളൊന്നും നേടാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ വോട്ടിൻ്റെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെലങ്കാനയിലും പ്രതിപക്ഷമെന്ന് പറയുന്നത് നേരത്തെ BRS എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു. പഴയ തെലങ്കാന രാഷ്ട്രസമിതി, അവരെ ഭാരത രാഷ്ട്രസമിതി നിന്നാക്കി മാറ്റി. ആ പാർട്ടി അവിടെ ഇല്ലാതാവുകയും ആ പാർട്ടിയുടെ സ്ഥാനത്തേക്ക് കൃത്യമായി ബി ജെ പി പ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കുറേ കൂടി വലിയ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ഒഡീഷയിലും അവർ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ശക്തി അവർ കൃത്യമായി അവിടെ ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, നേരെ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ പോലും 3.5% വോട്ട് ഷെയർ അവർക്ക് കൂടി. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ AIDMK എന്ന് പറയുന്നൊരു പാർട്ടി ഇല്ലാതാവുകയും DMK എന്ന് പറയുന്ന പാർട്ടി മാത്രം ഉണ്ടാവുകയും AIDMKയുടെ പ്രസക്തി നഷ്ടപ്പെടുകയും അവിടെ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു റോളിലേക്ക് നേരെ ബി ജെ പി കടന്നു കയറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലും അത് സംഭവിക്കാൻ അധികം സമയമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലും ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് നേടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPMൻ്റെ വോട്ടുകളുടെ സിംഹഭാഗവും ഇപ്പോൾ ബി ജെ പിയും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് കോൺഗ്രസ് ഇല്ലാതാകുമെന്നാണെങ്കിൽ, കോൺഗ്രസിനേക്കാൾ മുമ്പ് തന്നെ ഇനി ഒരുപക്ഷെ ഇത്തവണ കൂടി ഭരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്തവണ കൂടി ഒരു ഭരണം കിട്ടിയാൽ അതോടുകൂടി ആ സ്ഥലത്തേക്ക് കൃത്യമായി ബി ജെ പി കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദക്ഷിണേന്ത്യയിലാകെ സ്വാധീനമുറപ്പിക്കാൻ കഴിയുന്ന, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായി സീറ്റുകൾ സമാഹരിക്കാൻ കഴിയുന്ന, വലിയ രീതിയിൽ ഇൻട്രോട്സ് ഉണ്ടാക്കാൻ, വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കാനും അവരുടെ ഭാഗത്തേക്ക് വോട്ടുകൾ ചേർക്കാനും അവർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തരുന്ന പാഠം നേരത്തെ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഈവൻ ഗുജറാത്തിലും അതുപോലെ മധ്യപ്രദേശിലും അടക്കം അവരുടെ സീറ്റുകളുടെ വോട്ട് ഷെയർ കുറയുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഗുജറാത്തിൽ ഒരു സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നു. പക്ഷേ അതേസമയം ദക്ഷിണേന്ത്യയിൽ കൂടി അവരുടെ ശക്തി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. അത് ഈ 2024 തെരഞ്ഞെടുപ്പിൽ അതിന് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളത് ആരും കാണാതെ പോകരുത്.